നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മൾ കുറേ ദിവസമായി കാത്തിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി 5 ദിവസമുണ്ട് എങ്കിൽ പോലും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഇന്ന് പുറത്തുവരും. കാരണം ബംഗാളുമായി ബന്ധപ്പെട്ട് ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. ഇന്നിപ്പോൾ 6 മണിയാകുമ്പോൾ ആ വോട്ടെടുപ്പ് പൂർത്തിയായാൽ 6:30 മണിയോടുകൂടി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാനുള്ള അനുവാദം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഏജൻസികൾക്കുണ്ട്. കുറഞ്ഞത് ഒരു 8 എക്സിറ്റ് പോൾ ഫലങ്ങളെങ്കിലും വിവിധ ഏജൻസികളുടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് 18-ൻ്റെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ വൈകിട്ട് 6 മണി മുതൽ പ്രേക്ഷകർക്കായി ഉണ്ടാകും. മാത്രമല്ല, ബംഗാളിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്ക് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലാണ്, ന്യൂനപക്ഷ മേഖലകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ ആക്രമണം, ചില സംഘർഷങ്ങളും മറ്റും അവിടെ നടന്നിരുന്നു. പോലീസിൻ്റെയും കേന്ദ്രസേനയുടെയും ഒക്കെ ഇടപെടലുണ്ട്. മറ്റൊന്ന്, സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ് നിലവിൽ വന്നിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ ലോഡ് ഷെഡിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. വൈകിട്ട് 6 മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്ത് അരമണിക്കൂറായിരിക്കും ലോഡ് ഷെഡിങ്. കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ ചർച്ചകൾ സംസ്ഥാനത്തെ വൈദ്യുതി ലഭ്യതയുമായി ബന്ധപ്പെട്ട് KSEBിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നറിയുന്നു. വേനൽ മഴയുടെ ഒരു ആശ്വാസം മലയാളിക്കുണ്ട് ഇന്നലെ മുതൽ. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. നമുക്ക് തലക്കെട്ടുകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നിലവിൽ വന്നു. നടപ്പാക്കിയത് ഇന്നലെ വൈകിട്ട് മുതൽ വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ അരമണിക്കൂർ ഇരുട്ടാകും. പീക്ക് അവറിൽ ഹെവി ലോഡ് അപ്ലയൻസുകൾ ഒഴിവാക്കണമെന്ന് KSEB. കൊച്ചിയിൽ DJ പാർട്ടികൾക്ക് നിയന്ത്രണം. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് പുറത്തുവരുന്നത്. 5-ലധികം സർവേ ഫലങ്ങൾ. വോട്ടെണ്ണലിന് ഇനി 5 നാൾ. ന്യൂസ് 18 എക്സിറ്റ് പോൾ ഷോ വൈകിട്ട് 6 മണി മുതൽ. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട പോളിംഗിന് തുടക്കം. മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപൂർ അടക്കം 142 മണ്ഡലങ്ങളിൽ ജനം വിധി എഴുതുന്നു. ഷിയാസ് കരീമിനെതിരായ കേസിൽ തുടർ നടപടികൾക്ക് പോലീസ്. കേസ് ചേവായൂർ പോലീസിന് കൈമാറും. വനിതയിൽ നിന്ന് 49 ലക്ഷം രൂപ തട്ടിയതിന് തെളിവ് നൽകി പരാതിക്കാരി. നിതിന്റെ മരണത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി അധ്യാപകൻ ഹൈക്കോടതിയിൽ. മുൻവൈരാഗ്യമില്ലെന്ന് ഡോക്ടർ റാം. ലോൺ ആപ്പുമായി ബന്ധമില്ലെന്നും റാമിന്റെ വാദം. നെടുങ്കണ്ടം ഇരട്ടക്കൊലക്കേസിൽ തെളിവെടുപ്പ് ഇന്നും തുടരും. പ്രതി സജിയെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും. സജിയുടെ പിതാവിന്റെ തിരോധാനത്തിലും അന്വേഷണം. ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ ട്രംപ്. 35 ഇറാനിയൻ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മേൽ US ഉപരോധം. ഹോർമുസ് തുറക്കാൻ ഇറാൻ അപേക്ഷിച്ചതായി ട്രംപിന്റെ അവകാശവാദം. സംഘർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കൂടിക്കാഴ്ച നടത്തി ഗൾഫ് രാഷ്ട്രത്തലവന്മാർ. നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് വോട്ടെണ്ണലിന് ഇനി 5 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. കേരളം കാത്തിരിക്കുന്ന വോട്ടെടുപ്പ് ഫലമറിയാൻ വെറും 5 ദിവസം. മുന്നണികൾ കൂട്ടലുകളിലും കിഴിക്കലുകളിലുമാണ്. ഇരുമുന്നണികളും LDFും UDFും LDF ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം. UDFിൻ്റെ ഭാഗത്ത് നിന്ന് 10 വർഷത്തിന് ശേഷം ഒരു തിരിച്ചുവരവ് സംസ്ഥാനത്തുണ്ടാകും എന്നുള്ള അമിത ആത്മവിശ്വാസം. നമുക്കറിയാം, കോൺഗ്രസിലൊക്കെ മുഖ്യമന്ത്രി ചർച്ച കഴിഞ്ഞ കുറേ ദിവസങ്ങളെ നടക്കുന്നതൊക്കെ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഇന്ന് പുറത്തു വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതും നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫലങ്ങളാണ്. നേരത്തെ പ്രീ പോൾ സർവേകളൊക്കെ പുറത്തു വന്നപ്പോൾ ഇരുമുന്നണികൾക്കും ആധിപത്യം നൽകിയിരുന്ന നിരവധി സർവേ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ 5-ലധികം ഏജൻസികളുടെ സർവേ ഫലങ്ങൾ പുറത്തു വന്നേക്കാം. വൈകിട്ട് 6:30-ക്ക് വിവിധ ഏജൻസികളുടെ ഫലങ്ങൾ വന്നു തുടങ്ങും. വോട്ട് വൈബ് തെരഞ്ഞെടുപ്പ് ഏജൻസി നടത്തിയ എക്സിറ്റ് പോൾ ഫലം ന്യൂസ് 18-ൽ ഇന്ന് വൈകിട്ട് 6:30 മുതൽ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിലെയും എക്സിറ്റ് പോളുകളാണ് ഇന്ന് പുറത്തുവിടുക. ബംഗാളിലെ എക്സിറ്റ് പോൾ സർവേകൾ നാളെയും മറ്റന്നാളുമായാവും പുറത്തുവരിക. ഇന്ന് നടക്കുന്ന ബംഗാളിലെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പോടെ എക്സിറ്റ് പോളുകൾ പ്രസിദ്ധീകരിക്കാനുള്ള വിലക്ക് അവസാനിക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ 6:30 മണിയുടെ ഒരു കണക്കായി
പറയുന്നത്. വി അരുൺ വിവരങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ബംഗാളിൽ ഇന്ന് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ മേഖലകൾ, മമതാ ബാനർജിക്കും മറ്റും ഏറെ പ്രതീക്ഷയുള്ള മേഖലകളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. പോളിംഗ് 7 മണിയോടുകൂടി പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. മിക്ക സ്ഥലങ്ങളിലും നീണ്ട ക്യൂ ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രധാനമാണ്. നേരത്തെ പ്രീപോൾ ഏജൻസികളുടെ സർവേ ഫലങ്ങളുമായി ബന്ധപ്പെട്ട് LDFന് മുൻതൂക്കം നൽകുന്ന ഫലങ്ങൾ UDFന് ചില സർവേകൾ മുൻതൂക്കം നൽകിയിരുന്നു. നേരിയ മുൻതൂക്കമാണ്. LDFനും UDFനും നേരിയ മുൻതൂക്കമാണ് ഈ സർവേ ഫലങ്ങളൊക്കെ നൽകിയത്. BJPക്കും സീറ്റുകൾ പ്രവചിക്കുന്ന സർവേ ഫലങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ എന്ത് അത്ഭുതമാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കത് കാത്തിരുന്ന് കാണണം എന്താകും ഫലം എന്നുള്ളത്. ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ തന്നെ ഈ ഫലം ന്യൂസ് 18 അടക്കമുള്ള ചാനലുകൾ, ന്യൂസ് 18 വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ആധികാരികമായ ഫലങ്ങൾ പ്രേക്ഷകർക്കായി ഉണ്ടാകും. അതാണ് നമുക്ക് പ്രേക്ഷകർക്കായി പങ്കുവെക്കാൻ ഉള്ളത്. ആധികാരികമായി തന്നെ ആ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. നമുക്ക് വി അരുണിലേക്ക് വരണം. അതിനു മുൻപ് ബംഗാൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗ് ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. 142 മണ്ഡലങ്ങളിലാണ് ഇന്നിപ്പോൾ ജനവിധി തേടുന്നത് എന്നുള്ളതാണ്. ഒന്നാം ഘട്ടത്തിൽ 93% അത്ഭുത പോളിംഗ് ബംഗാളിൽ നടന്നിരുന്നു. SIRന്റെ ഒക്കെ ഒരു എഫക്റ്റാണ് ഈ പോളിംഗുമായി ബന്ധപ്പെട്ട് കണക്ക് കൂട്ടപ്പെട്ടത്. അതോ മമതാ ഭരണത്തിനെതിരെയുള്ള ജനവികാരമായിരുന്നു എന്നതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും കണക്ക് കൂട്ടാനാവുക. മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപൂരിൽ ഉയർന്ന പോളിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. 6 ജില്ലകളും ന്യൂനപക്ഷ മേഖലകൾ, മുസ്ലിം ഭൂരിപക്ഷ മേഖലകളാണ്. അവിടെയൊക്കെ കനത്ത പോളിംഗ് ഇന്ന് പ്രതീക്ഷിക്കണം. സുവേന്ദു അധികാരിയാണ് ഈ ഭവാനിപൂരിൽ മമതയുടെ എതിരാളിയായി മത്സരിക്കുന്നത്. കൊൽക്കത്ത, ഹൗറ, നോർത്ത് 24 പർഗാനസ് എന്നിവിടങ്ങളിലും ഇന്ന് പോളിംഗ് നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഏറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇത് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകം. BJPക്ക് ഏറെ നിർണായകം. മമതയുടെ 3 വട്ടത്തെ ഭരണത്തിന് ശേഷം ബംഗാൾ BJP തിരിച്ചു പിടിക്കുമോ എന്ന കാര്യത്തിലൊക്കെ ആകാംക്ഷയുണ്ട്. SIR നിലവിൽ വന്നതിന് ശേഷം SIR ഏറ്റവും ശക്തമായി നടപ്പാക്കിയ ഒരു സംസ്ഥാനം കൂടിയാണ് ബംഗാൾ. നമുക്കറിയാം, ഏതാണ്ട് 90 ലക്ഷത്തിലധികം വോട്ടർമാർ അവിടെ ഒഴിവാക്കപ്പെട്ടിരുന്നു. അതിനുശേഷം നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്, അത് ആർക്ക് ഗുണം ചെയ്യും, SIR എഫക്റ്റ് ആർക്ക് അനുകൂലമാകും എന്ന കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായി തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, ബംഗാളിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ ന്യൂനപക്ഷ മേഖലകളിലാണ് ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കുന്നത്. മമതയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ BJP ആണ് പ്രതീക്ഷ അർപ്പിച്ചിരുന്നെങ്കിൽ ഇത്തവണ ഈ പ്രദേശങ്ങൾ തൂത്തുവാരാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണോ മമത? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് തീർച്ചയായും മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. മമതാ ബാനർജിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ അടക്കം ആണ് ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പ് ആണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. രാവിലെ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മോക്ക് ഡ്രിൽ നടത്തുകയുണ്ടായി. കാരണം കഴിഞ്ഞ 2 ആഴ്ചയായി ബംഗാളിൽ തുടർച്ചയായ അക്രമ സംഭവങ്ങൾ ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മോക്ക് ഡ്രിൽ പോലും ഏറെ സുരക്ഷാ വലയത്തിൽ ആണ് നടത്തിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 2 ലക്ഷത്തോളം വരുന്ന സൈനികരെ ഉൾപ്പെടെ ആണ് വിന്യസിച്ചിട്ടുള്ളത് ബംഗാളിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്നതാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നത് ഇതാദ്യമായിരിക്കും. എന്തു തന്നെയാണെങ്കിലും ഏറ്റവും സുഗമമായി വോട്ട് ചെയ്യാനുള്ള അവസരം ഓരോ വോട്ടർമാർക്കും ഒരുക്കും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അതായത് ബംഗാളിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും നമുക്കറിയാം ഈ അക്രമ സംഭവങ്ങളുടെ ഒരു തുടർച്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധിയായ ആളുകൾ വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് എത്താറില്ല. മാത്രവുമല്ല, ഈ ബൂത്ത് പിടുത്തം പോലെയുള്ള പ്രക്രിയകൾ, അതോടൊപ്പം തന്നെ കള്ളവോട്ടൊക്കെ വ്യാപകമായി ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് പശ്ചിമ ബംഗാൾ എന്നത്. അതായത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആധിപത്യമുള്ള രാഷ്ട്രീയ പാർട്ടി അവരുടെ കയ്യൂക്ക് കാണിക്കുകയും അങ്ങനെ അവിടെ അക്രമം നടത്തുകയും അങ്ങനെ മറ്റുള്ള വോട്ടർമാർക്ക്, അതായത് എതിരാളികളുടെ വോട്ടർമാർക്ക് ആ ബൂത്തിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും അവരുടെ വോട്ടുകൾ അടക്കം ബലപ്രയോഗത്തിലൂടെയും മറ്റുമൊക്കെ ചെയ്യുകയും ചെയ്യുന്ന അനിഷ്ട സംഭവങ്ങൾ നിരവധിയായി പശ്ചിമ ബംഗാളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ളൊരു സാഹചര്യം അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സേനയെ അടക്കം വിന്യസിച്ചുകൊണ്ട്
ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നത്. ഒപ്പം ഈ ഉത്തർപ്രദേശിൽ നിന്നുള്ള IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ഇത്തരം ഈ ഏറ്റുമുട്ടൽ വിദഗ്ധൻ എന്ന നിലയിലാണ്. ഇത്തരം ഉദ്യോഗസ്ഥരെ അടക്കമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സുരക്ഷാ ചുമതല നൽകിയതിൽ വ്യാപകമായ എതിർപ്പ് തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. അത് കോടതി കയറിയ പശ്ചാത്തലം പോലും ഉണ്ടായിരുന്നു. എന്നാൽ കോടതി അനുകൂലമാകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുകൂലമാകുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് 142 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ ആ 142 മണ്ഡലങ്ങളിൽ ഏറെയും ന്യൂനപക്ഷ മേഖലകൾ ഉൾപ്പെടുന്നതാണ്. അവിടെയെല്ലാം തന്നെ തൃണമൂൽ കോൺഗ്രസിന് കൃത്യമായ ആധിപത്യമുണ്ട്. ബംഗാളിൽ ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കമുണ്ടായിരുന്ന സമയത്ത് പോലും തൃണമൂൽ കോൺഗ്രസ് മേൽക്കൈ നേടിയിട്ടുള്ള മണ്ഡലങ്ങളിൽ ആണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ നോർത്ത് കൊൽക്കത്തയിലും സൗത്ത് കൊൽക്കത്തയിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഹൂഗ്ലി മേഖലയിൽ ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പൂർബ ബർദ്മാൻ മേഖലയിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ സൗത്ത് 24 പർഗാനാസ് നഗറും അതോടൊപ്പം തന്നെ നോർത്ത് 24 പർഗാനാസ് നഗറും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 2 ജില്ലകളിൽ മാത്രമായി ഏതാണ്ട് 19 ലക്ഷത്തിലധികം വോട്ടർമാർ ഉണ്ട്. ഈ വോട്ടർമാർ പൂർണ്ണമായും തന്നെ മമതാ ബാനർജിയെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മുസ്ലിം മതവിഭാഗങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ മെജോറിറ്റി പുലർത്തുന്ന, അതായത് 50%-ലധികം വിഭാഗങ്ങൾ ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് മാത്രം പെട്ട ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ബാലിഗഞ്ച്, രാഷ്ബഹാരി പോലെയുള്ള മണ്ഡലങ്ങൾ ഇത്തരം മണ്ഡലങ്ങളാണ്. ഇവിടെയൊക്കെ മമതാ ബാനർജി വലിയ തോതിൽ പ്രതീക്ഷ പുലർത്തുകയാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഈ SIR, അതായത് SIR എന്ന ആവശ്യം ഉന്നയിച്ചത് നമുക്കറിയാം രാഹുൽ ഗാന്ധിയാണ്. ഈ വോട്ടർമാരുടെ ഇരട്ട വോട്ടുകൾ, കള്ള വോട്ടുകൾ എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അങ്ങനെയാണ് BJP വിജയിച്ച് കയറുകയും ചെയ്യുന്നത് എന്ന ആരോപണം ഉന്നയിക്കുകയും അതിനെ ഒരു അവസരമാക്കി യഥാർത്ഥത്തിൽ BJP മാറ്റുകയുമാണ് ചെയ്തത്. അങ്ങനെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് കടക്കുകയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുകയും ചെയ്തു. ഏറ്റവും കൗതുകകരമാകുന്ന കാര്യം, ഇത് നടപ്പിലാക്കിയപ്പോൾ ഏതാണ്ട് 90 ലക്ഷത്തോളം വോട്ടർമാർ, അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പശ്ചിമ ബംഗാളിൽ പുറത്താക്കപ്പെട്ടു എന്നതാണ്. അതോടൊപ്പം തന്നെ സംശയാസ്പദമാകുന്ന തരത്തിലുള്ള ഡോക്യുമെന്റുകൾ നൽകിയിട്ടുള്ള 27 ലക്ഷത്തോളം വോട്ടർമാർ കൂടിയുണ്ട് എന്നതാണ്. ഇവരിൽ തന്നെ ഏതാണ്ട് 12 ലക്ഷം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ 1 കോടിയോടടുത്ത് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആണ് പശ്ചിമ ബംഗാളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതാണ്ട് മുഴുവൻ ആളുകളും തന്നെ വോട്ട് ചെയ്യുന്നു എന്നതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 93% വോട്ട് രേഖപ്പെടുത്തിയത്. ഇത്തവണയും നമുക്കറിയാം കേരളത്തിൽ നിന്നടക്കം ഈ ബംഗാൾ സ്വദേശികളായിട്ടുള്ള ആളുകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ മമതാ ബാനർജിക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത്. 2ാം ഘട്ട വോട്ടെടുപ്പ് ഇന്നോടുകൂടി 5 സംസ്ഥാനങ്ങളിലെ വോട്ടിംഗ് പ്രക്രിയ അത് പൂർണ്ണമാവുകയാണ്. ഇനിയിപ്പോൾ വോട്ടെണ്ണലിലേക്ക് കടക്കുകയാണ്. 4ാം തീയതിയാണ് എല്ലാവരും കാത്തിരിക്കുന്ന വോട്ടെടുപ്പ് നടക്കുക. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വരിക. 5 ദിവസം മാത്രം ബാക്കി നിൽക്കുന്നു. എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ, 5-ലധികം സർവേ ഫലങ്ങൾ പുറത്തു വരും. അതിനുമേറെ പ്രാധാന്യമുണ്ട്. വോട്ട് വൈബ് തെരഞ്ഞെടുപ്പ് ഏജൻസി നടത്തിയ എക്സിറ്റ് പോൾ ഫലമാണ് ന്യൂസ് 8-ൽ കൂടി പുറത്തു വരിക. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുൺ, നമുക്കറിയാം പ്രീ പോൾ സർവേകൾ, അതിൽ 2 മുന്നണികൾക്കും കേരളത്തിൽ ഒരുപോലെ ഭൂരിപക്ഷം പ്രവചിച്ച സർവേകൾ ഉണ്ടായിരുന്നു. അതും നേരിയ ഭൂരിപക്ഷമാണ്. ആർക്കും ഒരു സമ്പൂർണ്ണ മേധാവിത്വം പറയുന്ന സർവേകളൊന്നും കാര്യമായി കണ്ടില്ല. ഈ പ്രീ പോൾ സർവേകൾക്ക് ശേഷം ഇപ്പോൾ പോസ്റ്റ് പോൾ സർവേകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ കേരളത്തിലെയൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ബംഗാളിലേത് കഴിയാനായി കാത്തിരിക്കുകയായിരുന്നു. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? 3 മുന്നണികളുടെയും ഒരു കണക്കുകൂട്ടൽ ഈ ഘട്ടത്തിൽ ഏതാണ്ട് ഒരു പൂർണ്ണമായ ഒരു കണക്കുകൂട്ടലിലേക്ക് എത്തിക്കാണുമല്ലോ. എന്താണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്? രഞ്ജിത്ത്, വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം 20 ദിവസത്തെ കാത്തിരിപ്പ്, അതിനൊടുവിലാണ് ഇന്ന് എക്സിറ്റ് പോളുകൾ പുറത്തു വരുന്നത്. ഇനി 5 ദിവസം കൂടി കാത്തിരുന്നാൽ യഥാർത്ഥ ജനവിധിയും അറിയാം. എക്സിറ്റ് പോളുകളെ രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണമായും എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുവെങ്കിലും ആരും പൂർണ്ണമായും അത് അംഗീകരിക്കാൻ തയ്യാറാകില്ല. ആർക്ക് അനുകൂലമായി വന്നാലും എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ തവണയൊക്കെ പല എക്സിറ്റ് പോളുകളും യഥാർത്ഥ ഫലത്തിന് വിരുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും വിശ്വസിക്കാൻ അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് പരസ്യമായി പറയാൻ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ തയ്യാറാകില്ല. ഇന്നലെ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ മുഹമ്മദ് റിയാസ് ഇന്നലെ പറഞ്ഞത് എക്സിറ്റ് പോളുകളെ വിശ്വസിക്കുന്നില്ല. കാരണം എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ തവണ ശരിയായിരുന്നുവെങ്കിൽ താൻ
താനൊരു MLA പോലും ആകുമായിരുന്നില്ല എന്ന ചില എക്സിറ്റ് പോളുകളെ വിമർശിച്ചുകൊണ്ട് ഇന്നലെ മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. മറ്റ് നേതാക്കളും അത് ഇടത് വലത് BJP മുന്നണികളിലെ നേതാക്കളും സമാനമായ നിലപാട് തന്നെ ആകും സ്വീകരിക്കുക. എക്സിറ്റ് പോളുകളിലെ യഥാർത്ഥ ഫലം വരട്ടെ. എങ്കിലും ഈ എക്സിറ്റ് പോളുകളെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എക്സിറ്റ് പോളുകൾ ഇടതുപക്ഷത്തിന് എതിരായി വരുമെന്ന ചില പ്രചരണങ്ങൾ ഇതിനകം തന്നെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അത് എക്സിറ്റ് പോളുകൾ എതിരായി വരും, എന്നാൽ യഥാർത്ഥ ഫലം അനുകൂലമാകും. ഇത് തന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. 75 സീറ്റ് എന്ന ഒരു മാജിക്കൽ നമ്പറിലേക്ക് എത്തും. 71 ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം. പക്ഷേ അത് 75 എങ്കിലും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷ ഏറ്റവും അധികം വച്ചു പുലർത്തുന്നത് വിജയം ഉറപ്പ് ആണ് എന്ന് ഏറ്റവും അധികം വിശ്വസിക്കുന്നത് CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയനോളം ആത്മവിശ്വാസമുള്ള മറ്റൊരു നേതാവും സംസ്ഥാനത്ത് ഇടതു മുന്നണിയിൽ ഈ വിജയവുമായി ബന്ധപ്പെട്ടില്ല. പിണറായി വിജയന്റെ പ്രതീക്ഷകൾ വളരെ ഉയരെയാണ്. അദ്ദേഹം വിജയം ഉറപ്പിക്കുന്നു. എന്നാൽ നമ്മൾ സംസാരിക്കുന്ന മറ്റു മന്ത്രിമാരും CPM നേതാക്കളൊന്നും അത്രയധികം ഉറപ്പ് പറയുന്നില്ല. 75 വരെയുള്ള സീറ്റുകൾ ലഭിച്ചേക്കാം, ഒരുപക്ഷെ അതിന് മുകളിലേക്ക് പോകാമെന്ന് പറയുമ്പോഴും എവിടെ നിന്ന് 75 എത്തുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ശക്തി കേന്ദ്രങ്ങളായ കോഴിക്കോട് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കണ്ണൂരിൽ സീറ്റ് കുറയാനുള്ള സാധ്യത തന്നെ CPM കാണുന്നു. തിരുവനന്തപുരത്തും 13 സീറ്റ് തിരുവനന്തപുരത്തും സീറ്റുകൾ കുറയാൻ തന്നെയാണ് സാധ്യത. ഒരുപക്ഷെ 5-6 സീറ്റുകൾ വരെ നഷ്ടപ്പെടാൻ ഇടയുണ്ടെന്ന് പറയുന്നു. തൃശ്ശൂരിൽ നഷ്ടമുണ്ടാകാം, പത്തനംതിട്ടയിൽ സീറ്റ് കുറഞ്ഞേക്കാം, ഇടുക്കിയിൽ സീറ്റ് കുറഞ്ഞേക്കാം, കോട്ടയത്ത് എത്രത്തോളം സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ കൊല്ലത്ത് CPM-ന്റെ എക്കാലത്തെ ശക്തി കേന്ദ്രമാണ് കൊല്ലം. അവിടെയും ഇത്തവണ സീറ്റ് താഴേക്ക് തന്നെയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ 75 അല്ലെങ്കിൽ 71 എന്ന മാജിക്കൽ ഫിഗറിലേക്ക് എത്തുമെന്ന കാര്യം നേതാക്കൾക്ക് സംശയമുണ്ട്. പക്ഷേ അടിയുറച്ച വിശ്വാസം, ആത്മവിശ്വാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും പുലർത്തുന്ന അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ആളുകൾ തന്നെ സൂചിപ്പിക്കുന്നു. അത് തന്നെയാണ് ഇടതുമുന്നണി പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനവും. മറിച്ച് കോൺഗ്രസ് ആകട്ടെ 100 സീറ്റ് എന്ന വലിയ ശുഭപ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന് അത്രയധികം പ്രതീക്ഷ ഇല്ല എന്ന് വേണം പറയാൻ. എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 80 സീറ്റ് എന്ന ഒരു പ്രതീക്ഷ കോൺഗ്രസ് കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു തരംഗത്തിലേക്ക് പോയാൽ, ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയിലേക്ക് പോയാൽ മലപ്പുറവും എറണാകുളവും വയനാടും പത്തനംതിട്ടയുമൊക്കെ കോട്ടയവുമൊക്കെ തങ്ങൾക്കൊപ്പം വരും. അങ്ങനെ വന്നാൽ 90-ന് മുകളിലേക്ക് 100-നടുത്ത സീറ്റുകളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും പങ്കുവയ്ക്കുന്നു. എങ്കിലും ആദ്യഘട്ടത്തിലുള്ള അമിത ആത്മവിശ്വാസം ഇപ്പോൾ കോൺഗ്രസിനുമില്ല. BJP ആകട്ടെ 10 വരെ സീറ്റുകളിൽ ഒരു ഘട്ടത്തിൽ വിജയപ്രതീക്ഷ പറഞ്ഞു. പിന്നീട് നിയമവും കഴക്കൂട്ടവും ഉറച്ച് വിജയിക്കുമെന്ന് ഉറപ്പിക്കുന്നു. ചാത്തന്നൂരിൽ വലിയ പ്രതീക്ഷയുണ്ട്. പാലക്കാട് കടുത്ത പോരാട്ടമുണ്ടെന്ന് എല്ലാ പാർട്ടികളും സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ഇടതുമുന്നണി കൂടി ശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ചാൽ, ത്രികോണ പോരാട്ടം അക്ഷരാർത്ഥം നടന്നാൽ അവിടെ ഒരു വിജയസാധ്യത ഇപ്പോഴും BJP ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. ശോഭാ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ മുഹമ്മദ് റിയാസ് ഇന്നലെ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഒരു തരത്തിലും തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഒരു 4 ദിവസത്തെ ആത്മവിശ്വാസമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിക്കളഞ്ഞാലും 4 ദിവസത്തിനകം റിസൾട്ട് വരും. നമുക്ക് ആ മുഹമ്മദ് റിയാസിന്റെ വാക്കുകളിലേക്ക് വളരെ പെട്ടെന്ന് പോയി അരുണിലേക്ക് മടങ്ങി വരാം. എക്സിറ്റ് പോളുകൾ സ്വാഭാവികമായും എന്തായിരിക്കുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. 2021 ചില എക്സിറ്റ് പോൾ ഉണ്ടായിരുന്നു. 2021 ചില എക്സിറ്റ് പോൾ ശരിയാവുകയാണെങ്കിൽ 5 കൊല്ലം ഞാൻ മന്ത്രി പോയിട്ട് MLA പോലും ആയില്ലായിരുന്നു. ബേപ്പൂരിൽ UDF വിജയിക്കുമെന്നായിരുന്നു അന്ന് എക്സിറ്റ് പോൾ ഫലം. അരുണെ, നമുക്കറിയാം എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്താകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാമെന്ന് പറയുമ്പോൾ UDF-ന് അനുകൂലമായിരിക്കാം എക്സിറ്റ് പോൾ ഫലങ്ങളെന്ന് മുഹമ്മദ് റിയാസ് നേരത്തെ കാലേ കൂട്ടി ഉറപ്പിക്കുകയാണ്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയ പശ്ചാത്തലം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നാളുകളിൽ കണ്ടു. ഒപ്പം മുഖ്യമന്ത്രി 5-ാം തീയതി തന്നെ പന്തലിടാൻ ഓർഡർ നൽകി സത്യപ്രതിജ്ഞയ്ക്കായി എന്ന വാർത്തയും നമ്മൾ കണ്ടു. ഇതിൻ്റെയൊക്കെ പുറകിൽ ചില പ്രൊപ്പഗണ്ടകളൊക്കെ ഉണ്ടാകാം. എങ്കിൽ പോലും ഇരുമുന്നണികളും ആത്മവിശ്വാസം ഒട്ടും കൈവിടാത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും അധികാരത്തിലെത്താമെന്ന് ഇടതുമുന്നണി വിശ്വസിക്കുന്നു. 80-നടുത്ത് സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് തിരിച്ചു വരാമെന്ന് UDF വിശ്വസിക്കുന്നു. 3 സീറ്റുകൾക്ക് മുകളിൽ പോകുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 3 മുന്നണികൾക്കും ഈ 4-ാം തീയതി വരെ പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കാം.
തീർച്ചയായിട്ടും കൃത്യമായ കണക്കോ അല്ലെങ്കിൽ കൃത്യമായ ഉറപ്പോ ഒരു മുന്നണിക്കുമില്ല എന്നുള്ളതാണ് വസ്തുത. മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ഇടതുമുണ്ട കണക്കുകളൊന്നും ഈ 75-ന് മുകളിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഘടകകക്ഷികളൊക്കെ വലിയ തിരിച്ചടി നേരിടുമെന്ന വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെ 75-ലേക്ക് എത്തുമെന്ന ചോദ്യമാണ് ഇടത് കേന്ദ്രങ്ങളിൽ പ്രധാനമായും ഉള്ളത്. 30 സീറ്റ് വരെ നഷ്ടപ്പെട്ടാലും 69 സീറ്റ്, പിന്നെ അവിടെ നിന്ന് 2 സീറ്റുകൂടെ കിട്ടിയ അധികാരം എന്നുള്ളതാണ് ഇടതുമുണ്ട പ്രതീക്ഷ. ചില കണക്കുകളും ചില റിപ്പോർട്ടുകളും ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഒക്കെ അത് ശരിവെക്കുന്നുണ്ട്. പക്ഷേ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെയൊക്കെ കൃത്യത സംശയത്തോടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. മുഖ്യമന്ത്രി 5-ം തീയതി സത്യപ്രതിജ്ഞയ്ക്ക് പന്തലൊരുക്കാൻ നിർദ്ദേശിക്കുന്ന വാർത്ത ഒരു കാരണവശാലും CPM കേന്ദ്രങ്ങളോ മുഖ്യമന്ത്രി ഓഫീസോ സ്ഥിരീകരിക്കുന്നില്ല. അത് തീർത്തും തെറ്റായ വാർത്ത എന്ന് തന്നെയാണ് CPM-ന്റെ വിലയിരുത്തൽ. പക്ഷേ അതിനപ്പുറത്തേക്ക് വിജയം ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ മുഖ്യമന്ത്രി എന്ന ഒറ്റ നേതാവിന്റെ ആത്മവിശ്വാസത്തിലൂന്നിയാണ് ഇപ്പോൾ ഇടതുമുന്നണി അങ്ങനെ ഒരു വിജയപ്രതീക്ഷ പുലർത്തുന്നത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കൃത്യമായ തെളിവുകളോ വിവരങ്ങളോ ഉള്ളതുകൊണ്ട് മാത്രമാകില്ലേ അങ്ങനെ ഒരു കണക്ക് പറയുന്ന ഒരു പ്രതീക്ഷ മാത്രമാണ് ഉള്ളത്. പക്ഷേ ജില്ലകളുടെ കണക്ക് നോക്കുമ്പോൾ, ജില്ലകളുടെ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ അവിടെ ആശങ്ക കൂടിയുണ്ട്. കോൺഗ്രസ് ക്യാമ്പും അതുതന്നെയാണ്. 100 സീറ്റിന് പുറത്തേക്ക് പോകുമെന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത അടക്കമുള്ളത് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു കംഫർട്ടബിൾ മജോറിറ്റി നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. വിജയം ഉറപ്പ് UDF ഉറപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലികളും തർക്കങ്ങളും നടക്കുന്നത്. എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട്, എല്ലാ വിലക്കുകളും ലംഘിച്ചുകൊണ്ട് കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള 3 നേതാക്കളുടെ കടുത്ത പോരാട്ടം, ഒരു കസേരയ്ക്ക് വേണ്ട പിടിവലി തന്നെ ഇപ്പോൾ ഇതിനകം തന്നെ നടക്കുന്നത്. വിജയം ഉറപ്പിച്ചു തന്നെയാണ്. ലീഗിന്റെ ഭാഗത്ത് സമ്മർദ്ദം നീക്കം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. അവരും വിജയം ഉറപ്പിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. അത് LDF-ന് എതിരായി മാറുമെന്ന് UDF ഉറപ്പിക്കുന്നു. എന്നാൽ അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കില്ല. ഈ ന്യൂനപക്ഷങ്ങളുടെ പരമ്പരാഗത കിട്ടിക്കൊണ്ട് വലിയൊരു വിഭാഗം വോട്ടുകൾ ഇത്തവണ കിട്ടുമെന്ന പ്രതീക്ഷ ഇടതുമുന്നണിക്കുമുണ്ട്. BJP-ക്കും ഈ പൂർണ്ണമായും ഈ ഒരു ചിത്രം അവർക്കും വ്യക്തമല്ല. തിരുവനന്തപുരത്ത് കഴക്കൂട്ടോ നിയമവും ഒക്കെ വിജയിക്കാമെന്ന ശുഭപ്രതീക്ഷ ഉള്ളപ്പോഴും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന അടിയൊഴുക്കുണ്ടായിട്ടുണ്ടോ എന്ന വലിയ ആശങ്ക BJP-ക്കും ഉണ്ട്. അങ്ങനെ 3 മുന്നണികളും ഈ പുറത്തു പറയുന്ന ആത്മവിശ്വാസം ഇല്ല എന്നുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. അക്ഷരാർത്ഥം കഴിഞ്ഞ തവണ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ വലിയ വികാരമുണ്ട്. ഭരണത്തിലെത്തുമെന്ന് UDF ഉറപ്പിച്ചിരുന്നു. അവർ മന്ത്രിസഭാ രൂപീകരണ വകുപ്പ് വിഭജന ചർച്ചകൾ വരെ നേതാക്കൾ നടത്തിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതീക്ഷിക്കപ്പെട്ട രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് ഉപദേശകരെ പോലും നിയമിച്ചു എന്നതിൽ പിന്നാമ്പറ കഥകളുമൊക്കെ ഉണ്ട് അന്ന്. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രിയും CPM-ന്റെ ഒരു വിഭാഗം നേതാക്കളും ഒക്കെ തുടർഭരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവരും ഇത്ര ഒരു വിജയം അന്ന് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്കാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കേരളത്തിൽ സംഭവിച്ചത്. അതുതന്നെ ഇപ്പോഴും ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ CPM-ന് ഉണ്ട്. കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ തവണത്തെ സാഹചര്യം തീർത്തും വിഭിന്നമാണ്, വിരുദ്ധമാണ്. ഇത്തവണ എന്തായാലും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. വലിയൊരു വിജയത്തിലേക്ക് പോകുന്ന പ്രതീക്ഷ UDF ക്യാമ്പും പങ്കുവയ്ക്കുന്നു. BJP-ക്ക് ഒരു സീറ്റ് ജയിച്ചാൽ പോരാ, അവർക്ക് ഏതാനും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചാൽ പോരാ. ഒരു നിർണായക ശക്തിയായി BJP കണക്ക് കൂട്ടുന്നത് 2 മുന്നണികളും ബലാബലം വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. അവിടെ 3, 4, 5 സീറ്റ് പിടിച്ചാൽ BJP നിർണായകമായ ശക്തിയായി മാറുന്നത് എത്രത്തോളം സാധ്യമാണ് ആ ഒരു BJP-യുടെ സീറ്റ് പിടിച്ചാൽ പോലുമുള്ള അവരുടെ വിലപേശൽ ശേഷി എന്നുള്ളതൊക്കെ സംശയമാണെങ്കിൽ പോലും BJP വലിയ പ്രതീക്ഷയിലാണ്. പ്രതീക്ഷകൾക്ക് അപ്പുറം ആശങ്കയിലാണ്. ഇന്ന് വൈകുന്നേരം പുറത്തു വരുന്ന എക്സിറ്റ് പോളുകൾ 3 മുന്നണികളുടെയും നെഞ്ചിടിപ്പ് പങ്കുവച്ചത്. ഏതായാലും വലിയ പ്രതീക്ഷയിൽ 3 മുന്നണികളും നിലനിൽക്കുന്നു. SIR നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ചില മണ്ഡലങ്ങളിലൊക്കെ വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞു, ചില മണ്ഡലങ്ങളിൽ കൂടി. അത്യാവശ്യം സംസ്ഥാനത്ത് നല്ല പോളിംഗ് രേഖപ്പെടുത്തി. 5 ജില്ലകളിലെങ്കിലും സമ്പൂർണ്ണ ആധിപത്യം നേടുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി UDF ഇന്നലെ ഒരു വിലയിരുത്തൽ നടത്തിയ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഏതായാലും കാത്തിരുന്നു കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഇതിനിടയിൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നടപ്പാക്കി തുടങ്ങി എന്ന വിവരം ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. വൈകിട്ട് 6 മണിക്കും രാത്രി 12-നും ഇടയിൽ അരമണിക്കൂർ വരെയാണ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പീക്ക് അവറിൽ ഹെവി ലോഡ് അപ്ലയൻസുകൾ ഒഴിവാക്കണമെന്നാണ് KSEBയുടെ അഭ്യർത്ഥന. കേന്ദ്ര ഉൽപ്പാദന നിലയങ്ങളിൽ നിന്നുമുള്ള വൈദ്യുതി ലഭ്യതയിലുണ്ടായിരുന്ന 200 മെഗാവാട്ടിന്റെ കുറവ് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്നതിനിടെ 4 ദിവസത്തേക്ക് തുടർച്ചയായി വേനൽ മഴയ്ക്കു സാധ്യതയെന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം കേരളത്തിന് ആശ്വാസമാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകുമെന്നുള്ളത് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും നേരിയ തോതിൽ മഴ ലഭിക്കുമെന്നും പ്രവചനമുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ പകൽച്ചൂട് 37 ഡിഗ്രി സെൽഷ്യസ് മുതൽ 41 വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു.
തിരുവനന്തപുരം നഗരസഭയിലെ പാങ്ങാപ്പാറ വാർഡിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വാർഡിലെ ചില മേഖലകളിൽ 11 മാസമായി കുടിവെള്ള വിതരണം മുടങ്ങുന്നതായി പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ഈ വേനലിലും ടാങ്കർ വെള്ളത്തെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. നഗരസഭയുടെ കീഴിൽ കഴക്കൂട്ട മേഖലയിൽ ഉൾപ്പെടുന്ന വാർഡാണ് പാങ്ങാപ്പാറ. വേനൽ കടുത്തതോടെ ഈ മേഖലയിലെ നിരവധി റെസിഡൻസുകളിൽ കുടിവെള്ളം മുടങ്ങുന്നത് സ്ഥിരമാണ്. 2 മാസത്തിലേറെയായി തീരെ വെള്ളം കിട്ടാനില്ല. നമ്മുടെ റിസൾട്ട്സും തൊട്ടടുത്ത റിസൾട്ട്സും വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. ചില ദിവസങ്ങളൊക്കെ വരുമെന്ന് പറയുന്നെങ്കിൽ നൂല് പോലെ ചിലപ്പം വന്ന് ഏതെങ്കിലും അരമണിക്കൂറോ വല്ലതും വന്നിട്ട് അപ്പോഴത്തന്നെ പോവുകയും ചെയ്യും. പല പ്രാവശ്യം ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ ചെന്ന് ധർണ വരെ നടത്തിയിട്ടുണ്ട്. AIയെ കണ്ട്, AICയെ കണ്ട്, ഓഫീസറിനെ കണ്ട്, ഒരു രീതിയിലും നമുക്കിതൊരിക്കലും വെള്ളം ഒരു 3 മാസമായി ഇതൊരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാറില്ല. 11 മാസമായി കുടിവെള്ളം സ്ഥിരമായി മുടങ്ങുന്ന മേഖലകൾ ഈ വാർഡിലുണ്ട്. ചില വീടുകളിൽ കിണറുണ്ടെങ്കിലും വേനൽക്കാലത്ത് കിണർ വെള്ളത്തെ പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയില്ല. ടാങ്കറിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ 1-2 ദിവസത്തേക്കേ വരുള്ളൂ വെള്ളം. പിന്നെ നമുക്ക് വെള്ളം ഇല്ല. പൊതുവെ ആകെ എല്ലാവരും ബുദ്ധിമുട്ടാണ്. കൊച്ചു കുട്ടികൾ വരെ അപ്പുറത്തുനിന്ന് അവിടെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കുട്ടികളും പ്രായം കൂടിയവരും താമസിക്കുന്ന വീടുകളിൽ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും വെള്ളമില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ്. മുകളിലൊരു വാൽവ് കൊണ്ടുവന്ന് വെച്ച് ആ വാൽവ് തുറക്കാൻ വരുമ്പോൾ പറയും ഇതാ ഇപ്പം വെള്ളം വരണം. പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ രാത്രിയായാലും വെള്ളം കിട്ടില്ല. അത് ഞങ്ങൾക്ക് വെള്ളത്തിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. മുന്നേ തന്നെ 1.5 മാസം ഇടവിട്ടാണ് വെള്ളം കറക്റ്റ് വരണം. അതിന് വെള്ളം ഇല്ലയെന്ന് പറയുമ്പോൾ നമുക്ക് കൗൺസിലറാണ് കൊണ്ടു തരുന്നത്. ഇപ്പം 5 ദിവസമായിട്ട് വെള്ളമില്ല. ഇതിൻ്റെ ഇടയിൽ വിളിച്ച് പറയുമ്പോഴത്തേക്ക് കൗൺസിലർ കൊണ്ട് തരും, ടാങ്കറിലെത്തിക്കും. പഴയ കോൺക്രീറ്റ് പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകൾ നിരത്തുന്ന ജോലികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ശാശ്വത പരിഹാരം ഇനിയും അകലെയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും കുടിവെള്ളക്ഷാമം വലിയ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് പാങ്ങാപ്പാറ വാർഡിലെ നിലവിലെ സാഹചര്യം. അതിൽ കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ നടത്തി ഇതിനൊരു ശാശ്വതമായ പരിഹാരമാണ് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ ബിബിൻ മുരളിക്കൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ ഡോക്ടർ റാം മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ. നിതിൻ രാജിനോട് മുൻവൈരാഗ്യമില്ലെന്ന് ഡോക്ടർ NK റാം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ലോൺ ആപ്പ് വായ്പയുമായി തനിക്ക് ബന്ധമില്ലെന്നും ജാമ്യാപേക്ഷയിൽ റാം പറയുന്നു. കഴിഞ്ഞ ദിവസം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, നേരത്തെ ഈ പ്രതികളിൽ ഒരാൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു, റാമിന് ജാമ്യം കിട്ടിയില്ല. അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ചില നിരീക്ഷണങ്ങളും മറ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ റാം ശ്രമിക്കുന്നത്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം തലശ്ശേരി സെഷൻസ് കോടതി ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യം പരിഗണിച്ച സമയത്ത് റാമിന്റെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഈ നിതിൻ രാജിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ റാമിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസിനെതിരെയും വലിയ പ്രതിഷേധമാണ്. പ്രത്യേകിച്ചും റാം ആ ദിവസം മുതൽ ഒളിവിലാണ്. മാത്രമല്ല, ലോൺ ആപ്പുമായി തനിക്ക് ബന്ധമില്ല, നിതിൻ രാജിനോട് തനിക്ക് പൂർവ്വ വൈരാഗ്യമൊന്നുമില്ല എന്നുള്ള കാര്യം തന്നെയാണ് റാം ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ തലശ്ശേരി സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് റാം അറസ്റ്റിൽ കീഴടങ്ങുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ റാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല, റാം കീഴടങ്ങിയുമില്ല, ഒളിവിൽ തുടരുന്ന സാഹചര്യം തന്നെയാണ്. അത് ഹൈക്കോടതിയിലൂടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാകാം എന്നുള്ളതായിരുന്നു ആ സമയത്ത് വിലയിരുത്തൽ. എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ വീണ്ടും ഹൈക്കോടതിയിൽ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി എത്തിയിരിക്കുകയാണ്. എന്തായാലും റാമിനെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഈ റാമിനെ പോലെ പ്രധാനപ്പെട്ട കുറ്റവാളികളെയൊക്കെ ദിവസങ്ങൾക്കുള്ളിൽ പിടിക്കുന്ന പോലീസിന് എന്താണ് ഈ വിഷയത്തിൽ ഇത്ര അമാന്തമെന്നുള്ള വിമർശനങ്ങൾ വിവിധ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഒരു വലിയ ചോദ്യവുമായി ബാക്കിയാവുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ തലശ്ശേരി സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ റാമിനെ അറസ്റ്റ് ചെയ്യേണ്ടുന്നൊരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിരുന്നു. അതുണ്ടായില്ല എന്നുള്ള വിമർശനമാണ് പോലീസിനെതിരെ ശക്തമായിരിക്കുന്നത്. എന്തായാലും റാം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റാമിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും നിതിൻ രാജിനെതിരെ വൈരാഗ്യമില്ല, അല്ലെങ്കിൽ ലോൺ ആപ്പുമായി തനിക്ക് ബന്ധമൊന്നുമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് റാം വ്യക്തമാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, ഇന്നാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ വരിക. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തനിക്ക് അറിവില്ല എന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു. ഏതായാലും കോടതിയുടെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാണ്.
നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിയുമായി തെളിവെടുപ്പ് ഇന്നും തുടരും. ഉച്ചയോടെ പ്രതി സജിയെ കോടതിയിൽ ഹാജരാക്കും. സജിയുടെ പിതാവിന്റെ തിരോധാനത്തിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രിൻസ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. പ്രിൻസ്, വർഷങ്ങൾക്ക് മുൻപാണ് ഈ സജിയുടെ പിതാവും ഇത്തരത്തിൽ ദുരൂഹമായി കാണാതായ സാഹചര്യമുണ്ടായത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിലും ഈ പ്രതിക്ക് പങ്കുണ്ട്, സജിക്ക് പങ്കുണ്ട് എന്ന തരത്തിലാണോ പോലീസിന്റെ നിഗമനം? ഈ രണ്ട് കൊലപാതകങ്ങളും അതുമായി ബന്ധപ്പെട്ട സാഹചര്യമടക്കം തെളിവുകളടക്കം പോലീസ് ശേഖരിച്ചു കഴിഞ്ഞോ? രഞ്ജിത്ത്, ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയെ സജിയെ ഇന്ന് 11 മണിയോടെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള അപേക്ഷ പോലീസ് നൽകും. നിലവിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്നലെ സജിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവുകൾ ശേഖരിച്ചിരുന്നു. ഇന്നും ആവശ്യമെങ്കിൽ വീട്ടിലെത്തിച്ച് തെളിവുകൾ ശേഖരിക്കും. ഇതോടൊപ്പം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാവും 2018 പിതാവ് തിരോധനം പേടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അന്വേഷണം നടത്തുക. അന്ന് 2018 സജിയുടെ പിതാവായ മാത്യുവിനെ കാണാതായത്. തുടർന്ന് അന്ന് കേസ് പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ കൃത്യമായൊരു പുരോഗതി ഉണ്ടാകാതെ വന്നതോടെ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. ഈ വിഷയത്തിലും സജിക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം പോലീസ് നടത്തും. ഇരട്ട കൊലപാതകത്തിൽ സജി ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന് കാരണമായി സജി പറയുന്നത് സഹോദരൻ റെജിയുമായുള്ള വാക്കുതർക്കമാണ്. പ്രത്യേകിച്ചും മദ്യപിച്ചുണ്ടായ വാക്കുതർക്കം. സജി സാമ്പത്തികമായ ചില തർക്കങ്ങളുണ്ടായിരുന്നു. ഒപ്പം സജിയെ പിതൃത്വത്തെ ചൊല്ലി റെജി ഇടയ്ക്ക് കളിയാക്കിയിരുന്നു. ഇതും പകയ്ക്ക് കാരണമായി. ഒപ്പം സജിയെ വിവാഹം കഴിക്കാൻ റെജി അനുവദിച്ചിരുന്നില്ല എന്നതും പകയ്ക്ക് കാരണമായി. ഇതൊക്കെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണമായി സജി പോലീസിനോട് മൊഴി നൽകിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസ് അന്വേഷണമായി പോലീസ് എത്തിയപ്പോഴാണ് സജി ഈ വീട്ടിൽ നിന്നും ഒളിവിലേക്ക് പോയത്. വീടിന് സമീപത്തെ മലമുകളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. തുടർന്ന് തിങ്കളാഴ്ച ഈ വീടിന് സമീപത്ത് നിന്നും ഈ മരണപ്പെട്ട രണ്ടുപേരുടെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇന്നലെ നടത്തിയ തെരച്ചിലാണ് സജിയെ വീടിന് സമീപത്ത് നിന്നും പോലീസ് പിടികൂടുന്നത്. എന്തായാലും കൃത്യമായ ഒരു അന്വേഷണം വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. സജിയുടെ ഇരുവരുടെ ഈ കൊലപാതകത്തിനൊപ്പം പിതാവിന്റെ തിരോധാനത്തിലും കൃത്യമായ അന്വേഷണം നടക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രിൻസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊട്ടാരക്കര കലയപുരത്ത് കാർ ട്രാവലറിടിച്ച് കയറിയ അപകടം, 20-ലേറെ പേർക്ക് പരിക്ക് പറ്റി. വിനീഷ് വിവരങ്ങൾ പങ്കുവെക്കും. വിനീഷ്, വലിയൊരു അപകടമാണ്. ഈ വാഹനത്തിന് കാര്യമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ നില എങ്ങനെയുണ്ട്? തീർച്ചയായും കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത്. അതായത് കലയപുരത്താണ്. തിരുവനന്തപുരം ഭാഗത്തു നിന്നും വന്ന ട്രാവലറിൽ കോട്ടയം ഭാഗത്തു നിന്നും വന്ന ഒരു കാർ നിയന്ത്രണം തെറ്റി ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തന്നെ വാഹനം കരണം മറിഞ്ഞ് വീഴുകയും ചെയ്തത്. അതായത് ട്രാവലറിൽ ഉണ്ടായിരുന്ന 20-ലേറെ പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ 5 പേരുടെ നില ഗുരുതരമായതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും കോട്ടയം, തിരുവല്ല സ്വദേശികളൊക്കെയാണ് അപകടത്തിൽപ്പെട്ടവര്. അപ്പോൾ ഈ കാർ ഡ്രൈവർ ഉറങ്ങിയതാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. കാറ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പൂര ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷണർ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഇന്ന് തൃശൂരിലെത്തും. കളക്ടറും ഉന്നത ഉദ്യോഗസ്ഥരുമായി നടക്കുന്ന യോഗത്തിന് ശേഷം മെഡിക്കൽ കോളേജിലെത്തി പരിക്കേറ്റവരെ കാണും. ശേഷം മുണ്ടത്തിക്കോട്ടെത്തി ദുരന്ത സ്ഥലവും കാണും. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കണ്ടു മൊഴിയെടുക്കും. ദുരന്തത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പ്രണയം നടിച്ച് സ്ത്രീയിൽ നിന്നും 49 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ ബിഗ് ബോസ് താരവും നടനുമായ ഷിയാസ് കരീമിനെതിരായ കേസ് കോഴിക്കോട് ചേവായൂർ പോലീസിന് ഉടൻ കൈമാറും. ഇരുവരും തമ്മിലുള്ള ഇടപാടുകൾ നടന്നത് കോഴിക്കോട് ആയതിനാലാണ് നടപടി. ഷിയാസിനെതിരായ തെളിവുകൾ സ്ത്രീ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഇന്നലെ ഷിയാസിന്റെ ഓഡിയോ സംഭാഷണമൊക്കെ പുറത്തു വന്നിരുന്നു. ഷിയാസിന് കുരുക്ക് മുറുകയാണ്, സംശയമില്ല. പണം വാങ്ങിയതിന് ചില തെളിവുകളും ഇവർ പോലീസിൽ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ പോലീസിന്റെ തുടർ നടപടികൾ എന്താ? രഞ്ജിത്ത്, പാലാരിവട്ടം പോലീസാണ് ഷിയാസ് കരീമിനെതിരായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഷിയാസ് കരീമിനെതിരെ 65 ലക്ഷം രൂപയ്ക്കാണ് യുവതി ഈ പണം
തട്ടി എന്നുള്ള പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ 65 ലക്ഷം രൂപ പല തവണയും വാങ്ങിയിട്ടുള്ളതാണ്. ഷിയാസ് കരീമുമായി ജിമ്മിൽ പങ്കാളിത്തം, അതായത് ഷിയാസ് കരീമുമായി ജിമ്മ് തുടങ്ങിയ ശേഷം ജിമ്മിൽ പങ്കാളിത്തം തനിക്ക് നൽകാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. അതേസമയം ആ പങ്കാളിത്തം നൽകിയതുമില്ല. പണം തിരികെ ചോദിച്ചപ്പോൾ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും എന്ന് ഭീഷണിപ്പെടുത്തിയ എന്നായിരുന്നു യുവതിയുടെ പ്രധാനപ്പെട്ട പരാതി. അതേസമയം ഷിയാസ് കരീം ഈ യുവതിയുമായി സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. അത് AI ഓഡിയോ ക്ലിപ്പുകളാണെന്നുള്ള വിശദീകരണവുമായിട്ട് ഷിയാസ് കരീം രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് തന്നെ ഇന്ന് കാലത്ത് ഇറങ്ങുന്ന ഇത്തരം ഓഡിയോകളിലൊക്കെ AI സാന്നിധ്യമുണ്ടോ, അല്ലെങ്കിൽ AI വഴി ക്രിയേറ്റ് ചെയ്തതാണെന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നിലനിൽക്കുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ കൂടി പോലീസ് അന്വേഷിക്കും. AI ആണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഷിയാസ് കരീം ഉറച്ചു നിൽക്കുന്നത്. അതേസമയം തന്നെ നമുക്ക് ആ ഓഡിയോയിൽ കേൾക്കാം. ആദ്യ ഘട്ടത്തിൽ 10 ലക്ഷം രൂപയുടെ ഒരു കുറവുണ്ട്, 10 ലക്ഷം രൂപ അറേഞ്ച് ചെയ്യണം. അതുമാത്രമല്ല നമ്മൾ തമ്മിലുള്ള ഫോട്ടോയുടെ സ്റ്റാറ്റസുകളൊന്ന് കുറയ്ക്കുക, ചിലപ്പോൾ നമുക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഷിയാസ് കരീം ഈ ഓഡിയോയിൽ കൂടി പറയുന്നുണ്ട്. ഈ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം കൂടി പോകുന്നത്. അത് ഈ ഓഡിയോ എന്നുള്ളത് ക്രിയേറ്റഡ് ആണോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് ആ കാര്യത്തിലുള്ള ഒരു എൻക്വയറി വേണം, അതിലുള്ള പരിശോധന വേണം. ആ പരിശോധനയ്ക്ക് ശേഷം ഷിയാസ് കരീം അത് ഓഡിയോ ഷിയാസ് കരീമിന്റെ ആണെങ്കിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഷിയാസ് കരീമിനെതിരെ വലിയ കുരുക്കാണ് മുറുകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഷിയാസ് കരീമിനെതിരെയുള്ള ഈ പരാതിയും അതുപോലെ അതേസമയം യുവതിക്കെതിരെ അവർ 60 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, അവരെ വിവാഹ വാഗ്ദാനം നൽകി തനിക്ക് പീഡിപ്പിക്കേണ്ടെന്ന സാഹചര്യമൊന്നും നിലവിലില്ല. തൻ്റെ ഭാര്യയോടും അമ്മയോടും സഹോദരിയോടും ഒക്കെ നിരവധി തവണ സ്വർണവും പണവും കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു ചോദിച്ച സമയത്താണ് തനിക്കെതിരെ ഇത്തരത്തിൽ ലൈംഗിക പീഡന പരാതിയുമായി സ്ത്രീ രംഗത്തെത്തിയിരിക്കുന്നതെന്നുള്ളതാണ് ഷിയാസ് കരീമിന്റെ വിശദീകരണം. ആ ഒരു വിശദീകരണം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസ് പാലാരിവട്ടം പോലീസ് ഷിയാസ് കരീമിനെതിരെയുള്ള നടപടികളുമായി മുന്നോട്ട് തന്നെയാണ്. നേരത്തെയും ഷിയാസ് കരീമിനെതിരെ ഇത്തരം പരാതികൾ നിലവിൽ വന്നിരുന്ന ഒരു സാഹചര്യത്തിലും ഇപ്പോൾ നിലവിൽ ഈ പരാതിക്കാരി ഉന്നയിക്കുന്ന സാഹചര്യങ്ങൾ തെളിവ് അടക്കം, അതായത് ഓഡിയോ സന്ദേശങ്ങൾ അടക്കമുള്ള തെളിവുകൾ പോലീസിന് മുൻപാകെ ഹാജരാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി അതിന്റെ ശാസ്ത്രീയ പരിശോധന കൂടി വേണ്ടിവരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ ക്രിയേറ്റഡ് ആണ് ഈ ശബ്ദ സന്ദേശങ്ങൾ എന്ന് ഷിയാസ് കരീമിന്റെ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ ഒതന്റിസിറ്റി കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ശരി ആജ്ഞ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. കൊച്ചി നഗരത്തിലെ DJ പാർട്ടികൾക്ക് കർശന നിയന്ത്രണവുമായി പോലീസ്. പാർട്ടികൾ രാത്രി 11 മണിക്ക് അവസാനിപ്പിക്കാൻ നിർദ്ദേശമുണ്ട്. ബാറുകൾ 12 മണിക്ക് തന്നെ അടയ്ക്കണമെന്നും ഉത്തരവുണ്ട്. DJ പാർട്ടികളിൽ ലഹരി വസ്തുക്കളുടെ കൈമാറ്റം നടക്കുന്നുണ്ട് എന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, പല റെയ്ഡുകളും നടന്നിരുന്നു, ലഹരി വസ്തുക്കളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. കൊച്ചിയിലെ ലഹരി പാർട്ടികൾ അല്ലെങ്കിൽ DJ പാർട്ടികൾ അതിരുവിടുന്നു എന്നുള്ള വിലയിരുത്തലാണോ ഇപ്പോൾ പോലീസ്? രഞ്ജിത്ത്, കൊച്ചി സെൻട്രൽ സബ് ഡിവിഷനിലാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചി സെൻട്രൽ ACPയുടെ നിർദ്ദേശപ്രകാരം ഇനി DJ പാർട്ടികൾ 11 മണിക്ക് തന്നെ നിർത്തണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെയുള്ള DJ പാർട്ടികൾക്ക് കടുത്ത നിയന്ത്രണമാണ് ACP നിർദ്ദേശിച്ചിരിക്കുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ DJ പാർട്ടികളിൽ ലഹരി കൈമാറ്റം നടക്കുന്നുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് പോലീസിൻ്റേത്. പല DJ പാർട്ടികളിലും ലഹരി കൈമാറ്റം നടക്കുന്നുണ്ട്. DJ പാർട്ടികളാണ് ഇത്തരം ലഹരി വസ്തുക്കളുടെ കൈമാറ്റത്തിനും വിൽപ്പനയ്ക്കുമൊക്കെ ഉള്ള ഇടങ്ങളായി മാറുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ നിരീക്ഷണം. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് DJ പാർട്ടിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ബാറുകൾ 12 മണിക്ക് സർക്കാർ നിർദ്ദേശവുമായി അനുസരിച്ച് ബാറുകൾ 12 മണിക്ക് അടയ്ക്കാമെന്ന് വരെ പ്രവർത്തിക്കാമെന്നുള്ളതാണ് ACPയുടെ നിർദ്ദേശം. അതിൽ നിയന്ത്രണം വരുത്തിയിട്ടില്ല. അതേസമയം തന്നെ
ഡി ജെ പാർട്ടികൾ പലതും പുലർച്ചെ വരെ നീളുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ അവസ്ഥയിൽ തന്നെ ഈ പലപ്പോഴും അതിൽ ലഹരി ഉപയോഗം കൂടുന്നുണ്ട്. അത്തരത്തിൽ മദ്യാസക്തിയിലോ അത്തരത്തിലൊക്കെ അക്രമാസക്തരാകുന്ന ആളുകളുണ്ട്. അത് പലതരം അക്രമങ്ങൾക്ക് ഇഴയാകുന്നുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പല ഡി ജെ പാർട്ടികളും പുലർച്ചെ വരെ നീളുമ്പോൾ അതിൽ ഇത്തരം അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പോലീസ് ഇത്തരത്തിലൊരു കടുത്ത നിയന്ത്രണത്തിലേക്ക് ശരി, ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്, ഇറാനെ സമ്മർദ്ദതന്ത്രങ്ങളിലൂടെ കരാറിലേക്ക് കൊണ്ടുവരാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 35 ഇറാനിയൻ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മേൽ US പുതുതായി ഉപരോധം ഏർപ്പെടുത്തി. ഇറാൻ സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ ഇതുവരെ തീരുമാനം അറിയിച്ചിട്ടില്ല. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ തങ്ങളോട് അപേക്ഷിച്ചതായി ട്രംപ് അവകാശപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഗൾഫ് രാഷ്ട്രത്തലവന്മാർ സൗദി അറേബ്യയിൽ കൂടിക്കാഴ്ചയും നടത്തി. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഈ 35ഓളം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെയാണ് ഈ ഉപരോധമെന്ന് പറയുന്നത്. ഇവർ ഇറാനെ സാമ്പത്തികമായി സഹായിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ആരോപണം. ആയുധങ്ങൾ വാങ്ങാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ സൈനികപരമായും ഒക്കെയുള്ള സഹായങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ആരോപണമാണ്. ഇപ്പോൾ ഇവരെ അമേരിക്കയിലടക്കമുള്ള ഇവരുടെ ആസ്തികൾ മരവിപ്പിക്കും എന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഇറാനെ സാരമായി ബാധിക്കുന്ന ഒന്നാണോ? രഞ്ജിത്ത്, നമുക്കറിയാം ഇറാൻ ഒരിക്കലും ഒരു സ്വയം പര്യാപ്തതയുള്ള രാജ്യമല്ല. മറ്റെല്ലാ രാജ്യങ്ങളുടെ പിന്തുണയും അതുപോലെ സഹകരണവും അവർക്ക് എല്ലാ കാലത്തും കൂടിയേ തീരുന്നുള്ളൂ. ഈ US ഇറാന് മേൽ ഈ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങൾ കുറേയായി. പക്ഷേ അവർക്ക് പല കാര്യങ്ങളിലും സാമ്പത്തിക സഹായങ്ങളാണെങ്കിലും മറ്റ് പല മേഖലകളിലുമുള്ള അവർക്ക് ഈ സഹകരണങ്ങളാണെങ്കിലും അതെല്ലാം തുടർന്ന് നടന്നുപോയിരുന്നു. ഇത് ഇറാൻ്റെ ഒരു ഷാഡോ ബാങ്കിങ് ശൃംഖല വഴിയാണ് ഇത്തരം ഒരു പ്രവൃത്തികൾ നടന്നു പോയിരുന്നത് എന്നതാണ് US-ന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷാഡോ ബാങ്കിങ് ശൃംഖലയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഇത്തരം സ്ഥാപനങ്ങൾക്കും അതുപോലെ വ്യക്തികൾക്കുമെതിരെ US നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഏതാണ്ട് 35ഓളം സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെയാണ് നടപടി. ഇവർക്കെതിരെ US നിലവിൽ കർശന ഉപരോധം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം, അതുപോലെ തന്നെ ഇപ്പോൾ നിരവധി രാജ്യങ്ങളിലുള്ള ഇറാന്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയത്, മറ്റ് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ, ഇപ്പോൾ ഇറാന്റെ വിമാന സർവീസുകൾ പുനരാരംഭിച്ചപ്പോൾ അതിനുമേലുള്ള നിയന്ത്രണങ്ങൾ, ഇവയൊന്നും ഇപ്പോൾ ഇറാനെ ഒരു സമ്മർദ്ദത്തിലാക്കാൻ ഒരു പര്യാപ്തമായിരുന്നില്ല. ഇറാൻ പിന്നെയും അമേരിക്കയ്ക്ക് നേരെ ശക്തമായിട്ടുള്ള നിലപാട് തന്നെ തുടർന്നു വന്നിരുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇറാനെ കൂടുതൽ അവരുടെ സാമ്പത്തിക രംഗത്തെ കൂടുതൽ തകരാറിലാക്കി US-മായി ഒരു ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ ഈ നീക്കമെന്നാണ് വിലയിരുത്തുന്നത്. US ട്രഷറി ഡിപ്പാർട്ട്മെന്റിൻ്റെതാണ് ഈ നിലവിലെ ഉപരോധങ്ങളും നടപടികളും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ US-ലുള്ള കമ്പനികൾക്കും പൗരന്മാർക്കും ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് മറ്റ് സഹകരിക്കാനുള്ള നിയന്ത്രണവും നിലവിൽ ഏർപ്പെടുത്തുമെന്ന് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇറാന്റെ ഈ നിഴൽ ബാങ്കിംഗ് ശൃംഖലയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി അവർക്ക് സാമ്പത്തിക സഹായങ്ങളും സൈനിക സഹായങ്ങളും നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. മാത്രമല്ല ഇറാന്റെ IRGC ആയുധങ്ങൾ വാങ്ങുന്നതും അവർ പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതും ഇത്തരം സ്ഥാപനങ്ങൾ മുഖേനയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇറാന്റെ ചില അനധികൃതമായിട്ടുള്ള എണ്ണ വിൽപ്പന, അതുപോലെ എണ്ണക്കടത്ത്, അവയ്ക്കും ഇത്തരം വ്യക്തികളും സ്ഥാപനങ്ങളും കൂട്ടുനിൽക്കുന്നതായിട്ടും US ആരോപിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് നിലവിലെ നടപടി എന്ന് നമുക്ക് കാണാനാകും. അപ്പോൾ വളരെ പ്രാധാന്യമുണ്ടല്ലോ അജയ്, ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് ശേഷം ഗൾഫ് രാഷ്ട്രത്തലവന്മാരുടെ ഒരു കൂടിക്കാഴ്ച സൗദി അറേബ്യയിൽ നടക്കുന്നു. ഹോർമുസിലെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അവർ വലിയ ആശങ്ക പങ്കുവെക്കുന്നു. ഇറാൻ അതിനുള്ള അവകാശമില്ല എന്ന് പറയുന്നു. യുദ്ധത്തിന് മുൻപുള്ള സ്ഥിതി ഹോർമുസിൽ തുടരണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു. അത് വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാന്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇറാൻ കുറച്ചുകൂടി ഒറ്റപ്പെടുന്ന പശ്ചാത്തലം ഒരുക്കുമത്. തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് ശേഷം ഓൺലൈനായിട്ട് മാത്രമായിരുന്നു GCC രാഷ്ട്ര തലവന്മാർ യോഗങ്ങളും മറ്റും ചേർന്നിരുന്നത്. ഇപ്പോൾ നേരിട്ട് തന്നെ ഈ രാഷ്ട്രങ്ങളിലെ തലവന്മാർ ഇത്തരത്തിലൊരു യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സൗദിയിലാണ് ഇത്തരത്തിലൊരു ഉച്ചകോടി ചേർന്നത്. ഈ ഉച്ചകോടിയിൽ പല നയതന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഹോർമുസ് കടലിടുക്ക് വിഷയം തന്നെയാണ്. ഹോർമുസ് കടലിടുക്കിൽ ടോൾ പിരിക്കാനുള്ള ഇറാന്റെ തീരുമാനത്തിനെതിരെ ഈ
GCC രാജ്യങ്ങൾ നിലവിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ടോൾ പിരിക്കുന്നത് അനധികൃതമാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗത നിയന്ത്രണം അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അന്താരാഷ്ട്ര ഈ ജലപാതകളിൽ ഒരു ആഗോള തരത്തിലുള്ള നിയമങ്ങളാണ് വേണ്ടത് എന്ന് ഈ GCC രാജ്യങ്ങളുടെ തലവന്മാർ പറഞ്ഞു. ഖത്തറിൻ്റെ, അതുപോലെ ബഹ്റൈൻ്റെ, സൗദി, അതുപോലെ കുവൈറ്റ് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരും അതുപോലെ UAE-യിലെ വിദേശകാര്യമന്ത്രി, അങ്ങനെ നിരവധി ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. എന്തായാലും ഇത്തരത്തിൽ ഈ നേരിട്ടുള്ള ഈ യോഗം അത് GCC രാജ്യങ്ങളുടെ ഒരു സഹകരണം കൂടി ഈ ഒരു സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഊട്ടി ഉറപ്പിക്കുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. ചാൾസ് മൂന്നാമന്റെ അമേരിക്കൻ സന്ദർശനം തുടരുന്നു. US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ചാൾസ് UK-US ബന്ധം സുശക്തമാണെന്ന് പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ UK അമേരിക്കയെ സഹായിച്ചില്ലെന്ന ട്രംപിന്റെ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പരാമർശം. As I look back across the centuries, Mr. Speaker, there emerge certain patterns, certain self-evident truths from which we can learn and draw mutual strength. With the spirit of 1776 in our minds, we can perhaps agree that we do not always agree, at least in the first instance. Indeed, the very principle on which your Congress was founded, no taxation without representation, was at once a fundamental disagreement between us, and at the same time a shared democratic value which you inherited from us. Ours is a partnership born out of dispute, but no less strong for it. വൈറ്റ് ഹൗസിലൊരുക്കിയ അത്താഴ വിരുന്നിലും ചാൾസ് രാജാവ് പങ്കെടുത്തു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് നേവി ഉപയോഗിച്ചിരുന്ന HMS ട്രംപ് എന്ന മുങ്ങിക്കപ്പലിലെ മണി ചാൾസ് ഡൊണാൾഡ് ട്രംപിന് സമ്മാനിച്ചു. ജീവൻ തുടിക്കുന്ന ദൃശ്യങ്ങൾ ക്യാൻവാസിൽ പകർത്തി ചിത്രരചനയിൽ വിസ്മയം തീർക്കുകയാണ് കാസർഗോഡ് ചെമ്മനാട് കടവത്തെ 8 വയസ്സുകാരി ഐഷിൻ ഫാത്തിമ കുരിക്കൽ. അതിമനോഹരങ്ങളായ 48ഓളം ചിത്രങ്ങളാണ് ഈ കൊച്ചുമിടുക്കി ഇതിനോടകം വരച്ചത്. ചിത്രപ്രദർശനങ്ങൾ ഉൾപ്പെടെ നടത്തി മികവ് തെളിയിച്ച ഐഷിൻ ചിത്രകലാരംഗത്ത് ജില്ലയുടെ അഭിമാനമായി മാറുകയാണ്. പിതാവ് ഷുക്കൂർ കുരിക്കലുടെ ചിത്രം വരച്ചായിരുന്നു കുഞ്ഞൈഷിന്റെ ചിത്രകലാരംഗത്തേക്കുള്ള പ്രവേശനം. ചിത്രം കൊള്ളാമെന്ന് തോന്നിയപ്പോൾ ഐഷിനെ ചിത്രകലാ ക്ലാസ്സിൽ ചേർത്തു. അധ്യാപകനായ വിനോദ് അമ്പലത്തറ ഈ കൊച്ചുമിടുക്കിയുടെ കഴിവിനെ രാഗിയെടുത്തതോടെ ഐഷിന്റെ ക്യാൻവാസുകളിൽ വിരിഞ്ഞത് ജീവൻ തുടിക്കുന്ന നിറങ്ങളുടെ വിസ്മയ ലോകം. തെയ്യം, പൂക്കൾ, പച്ചപ്പ്, മറ്റ് മനോഹര ദൃശ്യങ്ങൾ തുടങ്ങി എല്ലാ കാഴ്ചകളും നിറമുള്ള ചിത്രങ്ങളായി ഐഷിന്റെ വർണ്ണലോകങ്ങളിൽ നിറഞ്ഞു. ജലച്ചായം ഉപയോഗിച്ചാണ് ചിത്രം വര. 48ഓളം വ്യത്യസ്ത ചിത്രങ്ങളാണ് ഐഷിൻ ഇതിനോടകം വരച്ചത്. ഞാൻ 48ഓളം ചിത്രം വരച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഞാൻ ഒരു ചിത്രം വരച്ച് എന്നിട്ട് അത് ഉപ്പാക്ക് കാണിച്ചപ്പോൾ ഉപ്പാക്ക് നല്ല രസമായി തോന്നി. അപ്പോൾ ഉപ്പ എന്നെ ഡ്രോയിങ് സ്കൂളിൽ കൂട്ടി. പിന്നെ അതിനുശേഷം ഞാൻ കുറേ ചിത്രം വരച്ചിട്ടുണ്ട്. അതൊക്കെ ഫ്രെയിമിലാക്കി. പിന്നെ ഞാൻ തെയ്യം, കഥകളി, പക്ഷികൾ, മൃഗങ്ങൾ, അങ്ങനെ സീനിയറി വീടുകളൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. ഞാൻ കാനങ്ങാട് ആർട്ട് ഗാലറിയിൽ എൻ്റെ ചിത്രം വച്ചിട്ടുണ്ട്. കുറേ പേര് നല്ല രസമുണ്ടേക്കും പറഞ്ഞ്. പിന്നെ എൻ്റെ സ്കൂളിൽ വെച്ചിട്ടുണ്ട് ചിത്രപ്രദർശനം. അപ്പോഴും കുറേ ആൾ രസമുണ്ട് നല്ല പറഞ്ഞ്. പിന്നെ കുറേ പേര് എൻ്റെ വീട്ടിൽ വന്നിട്ട് നോക്കാറുണ്ട്. ശിശുക്ഷേമ സമിതി എറണാകുളത്ത് സംഘടിപ്പിച്ച ക്ലിന്റ് സ്മാരക സംസ്ഥാനതല ബാലചിത്രരചനാ മത്സരത്തിലും ഈ കൊച്ചു ചിത്രകാരി പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ തന്റെ വിദ്യാലയമായ GUPS ചെമ്മനാട് വെസ്റ്റിലും ഐഷിൻ ചിത്രപ്രദർശനം നടത്തിയിട്ടുണ്ട്. പിതാവ് ഷുക്കൂർ കുരിക്കലും മാതാവ് സമീറയും ചിത്രം വരയിൽ പിന്തുണയുമായി രംഗത്തുണ്ട്. വീട്ടുകാരുടെയും അധ്യാപകരുടെയുമെല്ലാം പിന്തുണയുമാണ് ഐഷിനെ ഇന്ന് കാസർഗോഡ് അറിയുന്ന ചിത്രകാരിയാക്കി മാറ്റിയിരിക്കുന്നത്.
ന്യൂസ് 18 കാസർഗോഡ്. നമുക്ക് ന്യൂസ് 18 സ്പെഷ്യൽ ഡേയിലേക്ക് പോകാം. ഇന്ന് തിരൂർ സ്വദേശിനി നന്ദനയുടെ ജന്മദിനമാണ്. നന്ദന ജേർണലിസം വിദ്യാർത്ഥിനി കൂടിയാണ്. ഇപ്പോൾ ന്യൂസ് 18 മാധ്യമപ്രവർത്തനത്തിൽ ഞങ്ങളോടൊപ്പം നന്ദന ഉണ്ട്. നന്ദനയ്ക്ക് ന്യൂസ് 18 കുടുംബത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. മാധ്യമപ്രവർത്തനത്തിൽ ഒരു നല്ല ഭാവിയും നന്ദനയ്ക്ക് ആശംസിക്കുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.